ഹായ് എവരിവൺ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാർട്ട് ടൈം ജോബിനെ പറ്റിയും പിന്നെ കുറച്ച് വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇഷ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇനി അങ്ങോട്ട് ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയെ പറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും വരുന്ന വ്ളോഗുകളിൽ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പണി എന്തുവാന്ന് ഞാൻ പറയാം. എനിക്ക് 2 പണിയുണ്ട്. ഇതൊന്ന് പിസ്സ ഡെലിവറി. കാര്യത്തിൽ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ലാഭമുള്ളത് ഇവിടെ. ഇന്നിപ്പോൾ ഇങ്ങനെ മഞ്ഞൊക്കെ പെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടിപ്പും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പെർ ഡെലിവറി $6 ഉള്ളൂ. അത് വലിയ കാര്യമില്ല. പക്ഷേ ഈ ടിപ്പായിട്ട് നമുക്കൊരു $4 കിട്ടുകയെന്നുണ്ടെങ്കിൽ 4 എന്ന് പറഞ്ഞൊരു ആവറേജ് ടിപ്പാണ്. അത് കൂടുതലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഇതൊരു പ്രോഫിറ്റിൽ പോകും. അപ്പോൾ ഞാൻ പിസ്സ ഹട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വേറെ ഇന്നിനിപ്പോൾ പറയാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് കണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ മെയിൻ ഇഷ്യൂസ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലും ഐസ് ഉണ്ടാവും, ഐസൊന്ന് സ്റ്റക്കാവും. അപ്പോൾ ഇത് കാരണം ഈ നമ്മൾ സ്റ്റിയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ വീല് ലോക്കാവും, ചിലപ്പം ഫുള്ള് തിരിയത്തില്ല, അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് വരും. അങ്ങനെയും പിന്നെ റോഡ് സ്ലിപ്പാവുന്നതിൻ്റെ അതേമാതിരി ABS ഇറക്കി വർക്കാവത്തില്ല. ഇങ്ങനെയൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ ആക്സിഡൻസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത. പിന്നെ റിസ്ക് ഉണ്ട് ഈ വിൻ്ററിൽ. ഇമ്മാതിരി വണ്ടി അമ്മാതിരി ട്രക്ക് കാര്യങ്ങളും എല്ലാം ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, നല്ല സുന്ദരമായിട്ട് ഒരു പ്രശ്നമില്ലാതെ നമുക്ക് പണിയെടുക്കാം. പക്ഷെ അതിനനുസരിച്ചുള്ള മൈലേജേ ഉള്ളൂ. 3-4 മൈലേജ് കിട്ടത്തുള്ളൂ. ഇതും വലിയ കഥയൊന്നുമില്ല. ഒരു 10-10 ഇതിന് മൈലേജ് കിട്ടത്തുള്ളൂ. വിൻ്റർ ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഒരു 15 ആവറേജ് കിട്ടണ്ടേ. അപ്പോൾ വണ്ടി ഞാനിപ്പോൾ എടുത്തിട്ടൊരു 3 മാസം ഇല്ല 2 മാസമായി. ഈ 2 മാസത്തിൽ പിസ്സ ഹട്ട് ഡെലിവറിയും പിന്നെ യൂണിവേഴ്സിറ്റി പോകുന്നതും അല്ല ഇതില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു നിയർലി ഒരു 5000 കിലോമീറ്റേഴ്സ് ഞാനിപ്പോൾ ഓടി. 3 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പക്ഷേ അതിൻ്റേതായ പ്രശ്നങ്ങൾ, ഈ റസ്റ്റ് ഇഷ്യൂസ് നല്ല ഉണ്ടെന്നല്ലാതെ എൻജിൻ ട്രാൻസ്മിഷൻ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ 3 ലക്ഷം ഓടിയതിൻ്റെ റിസ്ക് ഉണ്ട്. എൻ്റെ ഒരു എന്താ പറയുന്നത്, ആഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു അടുത്ത വിൻ്റർ കൂടെ എന്നുവെച്ചാൽ അടുത്തൊരു ജാനുവരി ഈ ഒരു സമയം വരെ ഈ വണ്ടി ഒന്ന് ഓടണമെന്ന് എൻ്റെ ആഗ്രഹമുള്ളൂ. അതിനുള്ളിൽ നമുക്ക് ഈ വണ്ടി വാങ്ങിച്ച കാശും പിന്നെ എനിക്ക് ഫീസ് അടയ്ക്കാനുള്ളതും ഒക്കെ ഈ പിസ്സ ഡെലിവറിയൊക്കെ കൊണ്ട് നടക്കും. അപ്പോൾ ഞാൻ സഡ്ബറിയിലാണ്. ഞാനത് ആദ്യത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ ഞാനിത് കണ്ടിന്യൂ ചെയ്യും, വ്ളോഗും പരിപാടിയും കണ്ടിന്യൂ ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യം ചെയ്ത സമയത്ത് എനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ആദ്യത്തെ ചെയ്തതിന് ശേഷം പിന്നെ 2ാമത്തെ വീഡിയോ എനിക്ക് എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട് യൂട്യൂബും കാര്യങ്ങളായിട്ടൊക്കെ നടക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ ആഴ്ചയിലൊരു 3 എണ്ണമെങ്കിലും വെച്ചിട്ടാലേ റീച്ച് കിട്ടത്തുള്ളൂ. പക്ഷെ അതിനുള്ള സാഹചര്യവും സമയവും എനിക്കിപ്പോൾ ഇല്ല. ഞാൻ എന്തായാലും നോക്കട്ടെ, പറ്റുന്നതായി ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യും, ചിലപ്പോൾ കാണത്തില്ല. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗ് വരുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ പോവുകയാണ്. ബൈ.